ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ എടുത്തു എന്ന് വെച്ചാൽ ഇത് ടോട്ടലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും DCAക്കകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ DC ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് ഓഫീസിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ റിസപ്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബില്ലിംഗ് സെക്ഷനിലൊക്കെ വരും. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് വരുമ്പോൾ എന്താണ്, ബില്ലുകൾ അടിക്കണം, അക്കൗണ്ടിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബേസിക് അക്കൗണ്ടിങ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ സിലബസിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ ഈ ഒരു ടീച്ചറിനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അത് വലിയൊരു ഘടകമാണെന്ന് എനിക്കറിയാം. പുതിയ പുതിയ ടീച്ചേഴ്സിന്റെ മുഖങ്ങൾ നിങ്ങൾ വീണ്ടും കാണും. അപ്പോൾ അതിനധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ, അടുത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മൊഡ്യൂൾ 4 ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം കേട്ടോ. In all activities, whether business activities or non-business activities, and in all organizations like a manufacturing entity or trading entity or non-business organizations like schools, colleges, hospitals, libraries, clubs, temples, political parties which require money and other economic resources, accounting is required to account for these resources. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇത്രയും വലിയ സെന്റൻസ് എന്നല്ലേ? ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റി വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ബിസിനസ് പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആകാം, അല്ലെങ്കിൽ നോൺ ബിസിനസ് പരമായിട്ടുള്ള ആക്ടിവിറ്റീസും ആകാം, അതല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻസിലും ആയിക്കോട്ടെ. അതായത് ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി, അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, അങ്ങനെയുള്ള യൂണിറ്റിലാവട്ടെ, അതല്ലെങ്കിൽ ട്രേഡിംഗ് എൻറ്റിറ്റി, ട്രേഡിംഗ് നടത്തുന്ന നമുക്ക് നടത്തുന്ന നമ്മുടെ ചെറിയ ചെറിയ കമ്പനീസ് ആവട്ടെ, അതല്ലെങ്കിൽ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവട്ടെ, അതായത് സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ, ടെമ്പിൾസ്, ആരാധനാലയങ്ങൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ ഇവർക്കെല്ലാവർക്കും എന്തുമായിട്ട് ബന്ധമുണ്ട്? പൈസ, മണിയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അത് മാത്രമല്ല, മറ്റ് പല എക്കണോമിക് റിസോഴ്സസുമായിട്ടും അവർക്ക് ബന്ധം വരുന്നുണ്ട് അല്ലെ? ഇവർ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും മെയിൻലി ഈ മേൽ പറഞ്ഞ ഓർഗനൈസേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിലും കയ്യിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് പൈസയും, രണ്ട് എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയും. എന്താണ് ഈ എക്കണോമിക് റിസോഴ്സസ്? ഫോർ എക്സാമ്പിൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഒരു ഇൻഫർമേഷൻ. എക്സാമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ലാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേസല്ല, നമുക്കൊരു ടെമ്പിൾ പണിയണം. ആ ടെമ്പിൾ പണിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ വാങ്ങിച്ചിട്ടാണ് അവിടെ പണിയുന്നത് അല്ലേ? അത് പള്ളിയാണെങ്കിലും ടെമ്പിൾസ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ആ സ്ഥലം, അതിന് വേണ്ടിയിട്ട് എടുത്ത ക്യാഷ്, അതിനെ ലാൻഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലേബർ ചാർജ്, അത് പണിയാൻ കുറെ ആളുകൾ വരും, പണിക്കാർ വരും. പണിക്കാർക്ക് ദിനാദിനം നമ്മൾ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം, ലേബർ കൊടുക്കണം, കൂലി കൊടുക്കണം. അത് ലേബറിന്റെ ഘടകത്തിലേക്ക് എഴുതാം. ഇനിയിപ്പോ നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇലക്ഷൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? പ്രചരണം നടത്തും. അതിനുവേണ്ടി നോട്ടീസുകൾ അടിക്കാൻ പൈസ അവർ കൊടുക്കുന്നു അല്ലെ? ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്ലെക്സുകൾ, നോട്ടീസുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്. ഇതിനെല്ലാം നമ്മൾ എന്തുവായി കൊടുക്കുന്നേ? പൈസ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഈ എക്കണോമിക് റിസോഴ്സുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്കണോമിക് റിസോഴ്സുകൾ യൂസ് ചെയ്യപ്പെടുന്നതും മണി നമ്മൾ കൈകാര്യം ചെയ്യുന്നതും എല്ലാം, അതായത് മണി അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് വരുന്ന മണിയും, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം അക്കൗണ്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കണമെങ്കിൽ നമുക്കൊരു ടേം വേണം അവിടെ, അക്കൗണ്ടിങ്. അതാണ് സംഭവം. ദാറ്റ് ഈസ് അക്കൗണ്ടിങ്. അപ്പോ ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ നമുക്ക് ഇതിനെ പറയാം,
Wherever money is involved, accounting is required to account for it. എവിടെ പൈസ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈസയുടെ വരവ് ചെലവ് കണക്കുകളും അതുപോലെ തന്നെ ലാഭവിഹിതങ്ങളും നഷ്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ അക്കൗണ്ടിങ് എന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നു. അക്കൗണ്ടിങ് ഈസ് ഓഫൻ കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ്ങിനെ നമ്മൾ അറിയപ്പെടുന്നത് പോലും ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ്. ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ടാണ്. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എനി ലാംഗ്വേജ് ഇസ് ടു സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഭാഷയാണ് കേട്ടോ. അപ്പൊ ഭാഷ എന്തിനു വേണ്ടിയിട്ടാക്കാം? മെയിൻലി അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വരവ് അറിയാൻ പറ്റുന്നു, ചെലവ് അറിയാൻ പറ്റുന്നു, ലാഭവിഹിതം അറിയാൻ പറ്റുന്നു, നഷ്ടങ്ങൾ എത്രയെന്ന് അറിയാൻ പറ്റുന്നു. കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു അവിടെ. അക്കൗണ്ടിങ് ഓൾസോ സെർവ്സ് ദിസ് ഫംഗ്ഷൻ. അക്കൗണ്ടിങ്ങും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് കേട്ടോ ഒരു ബാക്കി താഴോട്ട് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് തന്നെ പോവുക കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ബിസിനസ് ഇൻവോൾവ്സ് എ ലാർജർ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വിച്ച് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. അപ്പൊ ബിസിനസ്സുകാരുടെ കാര്യം പോട്ടെ. ഇപ്പൊ നമ്മളൊരു വ്യക്തിക്ക് കടം കൊടുത്തു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അതൊക്കെ ഓർത്ത് വെക്കുന്നവരുണ്ട്. കാരണം എന്താ? കടം കൊടുക്കുന്നതൊക്കെ വളരെ വിരളമാണ്, എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇന്നേ ദിവസം നമ്മളൊരു കട ഇട്ടിട്ടുണ്ട്, എത്ര സാധനം വിറ്റു, എത്ര സാധനം നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോ ഒരു ബിസിനസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരുപാട് ലാർജർ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിനെ ഓർത്തിരിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അത് ബുദ്ധിമുട്ടാണ്. ഇൻ ബിസിനസ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആർ ക്യാരിഡ് ഔട്ട് മോർ ഫ്രീക്വന്റ്ലി. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എപ്പോഴും സ്റ്റോക്ക് വരും. അതുപോലെ തന്നെ ആൾക്കാർ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുന്നവരുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ അത് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവരോട് പറയുന്നത്. വി ഹാവ് ടു മേക്ക് പേയ്മെന്റ്സ് ആൻഡ് റിസീവ് പേയ്മെന്റ്സ് നൗ ആൻഡ് ദെൻ. നമുക്ക് എപ്പോഴും പേയ്മെന്റ് റിസീവ് ചെയ്യാൻ വേണം, കൊടുക്കേണ്ടിയും വരും. സോ അൺലെസ് വി റെക്കോർഡ് ദം പ്രോപ്പർലി വി കനോട്ട് റിമെമ്പർ ഓൾ ദീസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഒരിക്കലും ഓർമ്മിച്ച് വെക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഹെൻസ് ഇറ്റ് ഇസ് നെസസറി ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് which take place from time to time. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെക്കോർഡ് വേണം, ഒരു രീതി വേണം. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതി വെക്കാനായിട്ട് സാധിക്കണം. ഇന്ന സമയം തൊട്ട് ഇന്ന സമയത്തിനുള്ളിൽ എന്ത് ട്രാൻസാക്ഷൻസ് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. The recording of business transactions in a systematic manner is the main function of accounting. അപ്പോൾ ഈ ഏറ്റവും വലിയൊരു എയിം അല്ലെങ്കിൽ ജോലി അക്കൗണ്ടിങ്ങിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അന്നേ ദിവസം ഇന്ന സമയം ഇത്ര മിനിറ്റിൽ ഇന്ന ട്രാൻസാക്ഷൻ നടന്നു, ഇത്ര രൂപ വന്നു, അടുത്ത മിനിറ്റിൽ ഇത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇന്നത്തെ ലാഭവിഹിതം ഇത്ര, ഇന്ന കാര്യത്തിന് നഷ്ടങ്ങൾ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് വളരെ കൃത്യമായി എഴുതി വെക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The accounting system has two stages. One is bookkeeping and second one is accounting. അപ്പൊ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് നമുക്ക് രണ്ട് സ്റ്റേജ് ആയിട്ട് കണക്കാക്കാം കേട്ടോ. ഒന്നാമത്തെ പറയുന്നത് എന്താണ്? ബുക്ക് കീപ്പിംഗ്. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. ബുക്ക് കീപ്പിങ്ങിനെ പറ്റി നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ഇതിനകത്ത് പഠിക്കാൻ വരുന്നില്ല. മെയിൻലി നിങ്ങൾ അക്കൗണ്ടിങ് തന്നെയാണ് ഫോക്കസ് ചെയ്ത് ഇതിനകത്തോട്ട് പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ ടേം ആണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ബുക്ക് കീപ്പിങ്ങിന്റെ മീനിങ്ങും ഡെഫിനിഷനുമാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പഠിക്കാനില്ല. മെയിൻലി അക്കൗണ്ടിങ് തന്നെയാണ് നമുക്ക് പഠിച്ചു പോകാനുള്ളത് കേട്ടോ. ബുക്ക് കീപ്പിംഗ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. Bookkeeping is an art and science of recording business transactions in terms of money in the books of accounts with a view to arriving at the final state of the business at any date. അപ്പോൾ അവർ പറയുന്നത് എന്താ? ബുക്ക് കീപ്പിങ്ങിനെ അവരൊരു ആർട്ടായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു കലയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസിന്റെ എൻഡ് ഡേറ്റ് വരെ വരുന്ന എല്ലാ വരവ് ചിലവ് കണക്കുകളും
അതായത് മണിയുടെ ടേംസിൽ വരുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസ്, അതുകൊണ്ടാണ് ഞാൻ വരവ് ചെലവെന്ന് പറഞ്ഞത് കേട്ടോ. പൈസയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, വരവ് ചെലവ് കണക്കുകൾ നമ്മൾ എന്തു ചെയ്യുന്നു, ഒരു ബുക്കിൽ നമ്മൾ എഴുതിയിടുന്നു. അതിനെ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതിയിടുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്നുമില്ല, ബിസിനസ്സിന്റെ എൻഡ് ഡേറ്റ് വരെ വരുമ്പോൾ ആ എൻഡ് ഡേറ്റ് വരെ വരുന്ന വരവിനെയും ചെലവിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകത്തിൽ കുറിച്ചിടുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് എന്ത്, ബുക്ക് കീപ്പിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. Bookkeeping is said to be a statistical procedure for the collection, classification and summarization of financial information. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബുക്ക് കീപ്പിങ്ങിനെ എന്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഒരു ഡേറ്റയെ നമുക്ക് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൃത്യമാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അസറ്റുകൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫർണിച്ചർ എന്ന് പറയുന്ന സംഭവം കണ്ടോ, ആ ഫർണിച്ചർ വരുന്നത് എപ്പോഴും അസറ്റിന്റെ കീഴിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സ്, അതല്ലെങ്കിൽ ക്യാപിറ്റൽ, ഇങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങൾ നമുക്ക് എപ്പോഴും വരുന്നത് ലയബിലിറ്റിയിലായിരിക്കും. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇനി പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക്, അതൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയറിൽ വളരെ കൃത്യമായ ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയെ കളക്ട് ചെയ്യാനും അതിനെ ക്ലാസിഫൈ ചെയ്യാനും തരം തിരിച്ചെഴുതുവാനും സമ്മറൈസ് ചെയ്യുവാനും ഷോർട്ട് ആക്കി വെക്കുവാനും എല്ലാം നമുക്ക് എന്ത് സഹായിക്കുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും ഷോർട്ട് ആക്കി വെക്കാനും ആര് സഹായിക്കുന്നു, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ സഹായിക്കുന്നു. ഇനി ഐസി ക്രോപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ബുക്ക് കീപ്പിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് എന്താണെന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സയൻസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ മണി or money's worth in such a manner that any subsequent date, their nature and effect may be clearly understood, and that when required a combined statement of their result may be prepared. അപ്പോൾ ഐസി ക്രോപ്പർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്ന മറ്റൊന്നുമല്ല, ഇതിനെ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തിനെ, ബുക്ക് കീപ്പിംഗിന്റെ ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ട് കണക്കാക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പൈസയുമായി ബന്ധപ്പെട്ട എന്ത് ട്രാൻസാക്ഷൻസും നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, പൈസയുടെ വെർത്ത് വരുന്ന എന്ത് കാര്യമാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫർണിച്ചർ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കമ്പനിയുണ്ട് ABC എന്ന പേരുള്ള ഒരു കമ്പനി. ആ കമ്പനിയിലേക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണ് ബില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും എന്താണ്, എന്തിൽ വരുന്ന കാര്യമാണ്, മേൽ പറഞ്ഞ ഈ പുസ്തകത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മണി വെർത്താണ് അല്ലേ, വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. സാധനം വാങ്ങിച്ചപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പോൾ നമുക്ക് എന്താണ് മണി വെർത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എവിടെ എഴുതാൻ പറ്റും, ഈ ഒരു ബുക്ക് കീപ്പിങ്ങിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഏത് ഡേറ്റിൽ വാങ്ങിച്ചു, എത്ര രൂപയായി, അത് നമ്മളുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ബുക്ക് കീപ്പിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എത്ര കാലം കഴിഞ്ഞാലും ശരി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാനും സാധിക്കുന്നു. ഇതാണ് അവിടെ ബുക്ക് കീപ്പിംഗ് എന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് ബുക്ക് കീപ്പിങ്ങിനെ പറ്റി പറയുന്നുള്ളൂ കേട്ടോ. അടുത്തത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേമിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. Committee on Terminology appointed by the American Institute of Certified Public Accountants has defined accounting as the art of recording, classifying, summarizing in a significant manner and in terms of money transactions and events which in part at least of financial character and interpreting the results thereof. സാധാരണ അക്കൗണ്ടിങ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് കാണാപ്പാടം അറിയാവുന്ന ഒരു ഡെഫിനേഷനാണ് ഇപ്പം നിങ്ങൾ ഈ കേട്ടത്. ഈ ഡെഫിനേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചോളണം. പക്ഷെ അതിന്റെ അർത്ഥം കൂടെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് AICPA, അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അപ്പൊ ഈ ഒരു കമ്മിറ്റിയാണ് ശരിക്കും ഞാൻ പറഞ്ഞ എന്താണ് ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഇതിനെ ഒരു ആർട്ടായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എല്ലാത്തിനെയും നമ്മൾ ഇതിനകത്ത് ഒരു ആർട്ടായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ ഒരു ആർട്ടായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു കലയായിട്ട് കണക്കാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക്
മണി ട്രാൻസാക്ഷൻസ്, മണിയുമായി ബേസ് ചെയ്ത് എന്ത് വരവ് ചെലവ് കണക്കുകൾ വന്നാലും അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ റെക്കോർഡ് ചെയ്യുവാനും എഴുതി വെക്കുവാനും ക്ലാസിഫൈ ചെയ്യുവാനും തരംതിരിക്കുവാനും അതിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ ശേഷം ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടണമെങ്കിൽ അതിനെ എഴുതി വെക്കുവാനും സമ്മറൈസ് ചെയ്യുവാനും ഒക്കെ നമുക്ക് ആര് സഹായിക്കുന്നു? നമ്മളെ മേൽപ്പറഞ്ഞ അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നു. ആവശ്യാനുസരണം നമുക്ക് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രമാത്രം ചെലവ് അന്ന് വന്നിട്ടുണ്ട്, എത്രമാത്രം വരവ് അന്ന് വന്നിട്ടുണ്ട്, ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ബിസിനസിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്രമാത്രം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സംഭവത്തിലൂടെ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് പിന്നീട് ഒരു കാലത്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കുവാനും സാധിക്കുന്നു. അതാണ് അവരോട് പറയുന്നത്. ഇനി അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ AAA അവരും വേറൊരു രീതിയിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം കാര്യം തന്നെയാണ് കേട്ടോ, ഡെഫിനിഷന് മാറ്റമൊന്നും വരുന്നില്ല. The process of identifying, measuring and communicating economic information to permit informed judgments and decisions by users of the information എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തുവാ ഇവര് പറയുന്നത്? AAA എന്ന് പറയുന്ന കമ്മിറ്റിയും സെയിം കാര്യം തന്നെയാ പറയുന്നത്. നമുക്ക് എന്തിനു സഹായിക്കുന്നു? ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്താ ഈ എക്കണോമിക് ഇൻഫർമേഷൻ? ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവട്ടെ, ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടക്കുന്നു, നമുക്കതെങ്ങനെ കൺസ്യൂം ചെയ്യാൻ പറ്റും, നമ്മൾ എവിടെ പോയി ആ സാധനം വാങ്ങിച്ചെടുക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്? ഈ പ്രൊഡക്ഷൻ എത്ര വന്നു, ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഇത്ര സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഇത്രമാത്രം സാധനം നമ്മൾ മറ്റൊരാൾക്ക് വിറ്റു, ഇതിനു വേണ്ടി നമ്മൾ മുൻപ് എടുത്ത പൈസ എത്രമാത്രം, നമുക്കൊരു സാധനം വാങ്ങിക്കണമല്ലോ, ഗുഡ്സ് വാങ്ങിച്ചാലല്ലേ നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഗുഡ്സ് എത്രമാത്രം നമ്മൾ വാങ്ങിച്ചു, ഇതൊക്കെയാണ് എൻ്റെ എക്കണോമിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം പ്രവചിക്കാനായിട്ട് സാധിക്കും. എന്താണ് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ ബിസിനസ് പ്രോഫിറ്റിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസ് നെഗറ്റീവിലേക്കാണോ പോകുന്നത്, എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ ഇനി ഭാവിയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ്സ് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്കൊരു മാനേജറും കാണും, അതുപോലെ തന്നെ അതായത് ഒരു അക്കൗണ്ടന്റ്, മാനേജർ, അതുപോലെ തന്നെ ആ മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെ പല പല ഘട്ടങ്ങളാണല്ലോ നമുക്കുള്ള, പല പല ലെവലുകളാണ് നമുക്കുള്ള. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നു എന്ന് അക്കൗണ്ടന്റിന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? ഡയറക്ട്ലി പോയിട്ട് മാനേജ്മെന്റ് ടീമിന്റെ അടുത്ത് പറയാം. അപ്പൊ മാനേജ്മെന്റ് ടീമിന് ഇത് ലോസിലേക്ക് പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? കവറപ്പ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആരെ കൊണ്ടുള്ള ഗുണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ ഗുണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ രണ്ട് ഡെഫിനേഷനെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളതും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്, ചിലപ്പോൾ ഫില്ലപ്പിനും വരാനായിട്ട് സാധ്യത. ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായി വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9388850850. താങ്ക് യു.